ഹലോ ഗൈസ്, അറിയും കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ട് എങ്ങോട്ടെങ്കിലും ടാറ്റ പോവാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? വെളുപ്പാങ്കാലത്ത് ഒരു ഊബറും പിടിച്ച് നമ്മൾ 4 പേരൂടെ ലണ്ടൻ ടു ബെൽഫാസ്റ്റ് ട്രാവൽ ചെയ്യാണ് കേട്ടോ. നമുക്ക് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് വളരെ ചീപ്പായിട്ട് 30 പൗണ്ട് ഒക്കെ ആവുള്ളൂ. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആയതുകൊണ്ട് വിസയും വേണ്ട, ഒന്നും വേണ്ട. നമ്മളിപ്പോൾ പോകുന്നത് നോർത്തേൺ അയർലൻഡിലേക്കാണ്. ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ ആദ്യം ചെയ്ത് കാർ റെന്റ് എടുക്കലായിരുന്നു. അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടി. പ്ലസ് നമ്മളൊരു ഇൻഷുറൻസും എടുത്തു. പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ എല്ലാവരും മറക്കാതിരിക്കുക. ഡ്രൈവിംഗ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴ കിട്ടി തുടങ്ങി കേട്ടോ. ചാറ്റൽ മഴയല്ലേ, ആ ഒരു വൈബിന് നമ്മൾ ബെൽഫാസ്റ്റ് കാസ്റ്റലിൽ ഇറങ്ങി. പിന്നെ ആ ഒരു ഈറനടിഞ്ഞ മൂഡില് നമ്മൾ അങ്ങോട്ട് കുറെ കാടും മലയൊക്കെ ചുറ്റി കറങ്ങാന്ന് പറഞ്ഞിട്ട് തെണ്ടി തിരിഞ്ഞ് കാസ്റ്റലിന്റെ ചുറ്റുപാടൊക്കെ കറങ്ങി കേട്ടോ. അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ ബെൽഫാസ്റ്റിലെ ഒരു അടിപൊളിയായിട്ടൊരു വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയേക്കാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് പോലും നടക്കാനല്ല കേട്ടോ. ഒരു അടിപൊളി സ്ഥലം. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ വാട്ടർഫോൾസും ആ ഒരു ഈറനണിഞ്ഞ അവസ്ഥയും ആദ്യമായിട്ടാണ്. ഇത്രയും ഹെവി ആയിട്ട് മഴ UK പെയ്യുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് കൊള്ളുന്നത്. എല്ലാം കൂടെ ആയിട്ട് ആ മഴ നനഞ്ഞിട്ട് വാട്ടർഫോൾസിന്റെ അവിടെ പോയി നിൽക്കാനുള്ള ഒരു ഫീല് എൻ്റെ പൊന്നോ. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കൗതുകം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ ഒറ്റ മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യട്ടോ. പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർത്തേൺ അയർലൻഡിന്റെ കോസ്റ്റൽ ഏരിയ പിടിച്ചങ്ങോട്ടൊരു റൈഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ നനഞ്ഞ് ചപ്ലിങ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഒരു സ്റ്റേയിലേക്ക് അങ്ങോട്ട് പോകും. ഫസ്റ്റ് ഡേയുടെ സ്റ്റേ ഇതാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറേ സ്റ്റേകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടകളും കാര്യങ്ങളും ഒന്നും അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഗ്രോസറി കാര്യങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ സെക്കൻഡ് ഡേയിൽ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഫുഡ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഇതിപ്പോ സന്തോഷമുണ്ടോ. അപ്പൊ വയറ് നിറച്ച് അതും കഴിച്ചിട്ട് ആ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടുത്തെ വ്യൂ അങ്ങോട്ട് കിട്ടിയത്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലൊക്കേഷൻ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വെൽക്കം ടു ഡാർക്ക് ഹെഡ്ജസ്. സീസൺ 2 ആര്യ സാക്ക് കിങ്സ് ലാൻഡിൽ നിന്ന് വേഷം മാറി, അതായത് ആൺകുട്ടിയെ പോലെ വേഷം മാറി രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട്. അതിലെ ലൊക്കേഷനാണിത്. ഈ ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും കേട്ടോ. കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്ന 8 സീസണാണ്. അതിൽ 25 എപ്പിസോഡ് നോർത്തേൺ അയർലൻഡിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. എന്താല്ലേ, ഈ ഒരു സ്ഥലം 18ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ. ജെയിംസ് ജോർഡ് എന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു വീട് വെച്ചപ്പോൾ അതിലേക്കുള്ള വഴി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ബീച്ച് വർഗ്ഗത്തിലുള്ള കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാണ്. ഈ ഒരു ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കുറച്ച് മരങ്ങൾ. അതൊരു 2 സെഞ്ചുറിക്ക് ശേഷം ഗോഡ് എന്ന് പറഞ്ഞൊരു സീരീസ് വേണ്ടി വന്നു ഈ ഒരു സ്ഥലം ഇത്രയും പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഗെയിം ഓഫ് ത്രോൺസിൽ അതേ ഒരു ഫീല് കിട്ടണം വ്യൂ എന്നുണ്ടെങ്കിൽ വിന്ററിൽ തന്നെ വരണം. നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തതൊരു സമ്മർ ടൈമിലാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടി. 2 സൈഡിലും ബാർലീസും പിന്നെ ഫാംസും ഒക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ കോസ്വേ കോസ്റ്റൽ റൂട്ട് വഴി ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ഇതൊരു കാസിലാന്ന് പറയപ്പെടുന്നതിൽ നമ്മൾ 2 തൂണ് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. പക്ഷെ ബാക്കിയുള്ള അവിടെ നിന്നുള്ള നമ്മുടെ കടലിന്റെ വ്യൂവും ആ ഒരു ചുറ്റുമുള്ളൊരു വൈബും ഒക്കെ വേറെ ലെവലായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം. ഇവിടുന്ന് വളരെ അടുത്തായിട്ട് തന്നെ ജെയിൻ കോസവേ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നോർത്ത് അയർലൻഡിന്റെ സ്ഥലം. അവിടേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ റൂട്ട്. ഇവിടുത്തെ ഒരു വൈബ് കിട്ടിയപ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ മറ്റേ സ്ഥലം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ചെറിയൊരു കൊന്നു കയറാൻ നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാസ്റ്റലിൻ്റെ അടുത്ത് എത്തി ഇങ്ങനത്തെ കുറേ അടിപൊളി വ്യൂ കിട്ടും. നമ്മൾ വേറൊരു പ്ലാനറ്റിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീല് കിട്ടും ഗൈസ്. സത്യത്തിൽ ഇവിടെ ഇനി കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ഈ ലിമിറ്റഡ് ടൈമിൽ കവർ ചെയ്യാനും പറ്റില്ല. നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് ടിക്കറ്റ്സ് കാര്യങ്ങൾ എടുക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം മെയിനായിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ. ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ ഒരു കുന്നി കയറി കഴിഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശന്നപ്പോൾ നമ്മൾ ഓൾറെഡി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡും ജാമും പഴവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതിരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഫലം നോക്കി തപ്പി ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വേറെ അടിപൊളി വ്യൂ പോയിന്റ് നമ്മൾ എത്തി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാരക്കേ റൈഡ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ നിന്ന് കാറ്റൊക്കെ അടിക്കുന്നത് കൊണ്ട് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പോലെയാണ്. 2 കുന്നിൽ കണക്ട് ചെയ്തൊരു പാലം, തൂക്കുപാലം, അതിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അത് മാത്രമല്ല നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാതിരിക്കുന്നത് നല്ലത്. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല വൈബിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഇനി അടുത്ത നീഡിലേക്ക് കിടക്കുകയാണ്. ഇവിടെ
ഇവിടെ പബ്ലിക് ടോയ്ലറ്റ്സ് ഭയങ്കര കുറവാണ് കേട്ടോ. ബിൽഡിങ്സേ കുറവാണ്, ഫുൾ ഇങ്ങനെ പച്ചപ്പരവതാരി വിരിച്ച പോലെ സ്ഥലങ്ങളും പിന്നെ സൈഡിൽ കൂടെ ബീച്ചസും മാത്രമാണ്. അങ്ങനെ ഷൂഷു വെക്കാൻ വേണ്ടി തപ്പി നടന്ന് നമ്മൾ എത്തിയത് വേറൊരു കാസ്റ്റലിലാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലും അടിപൊളി ഒരു സ്ഥലം കണ്ടു. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളം കുറവായിരുന്നു. പക്ഷെ മൊത്തത്തിൽ അടിപൊളി സെറ്റ് ഉണ്ടായിരുന്നു. 1545 മക്ഡൊണാൾഡ്സിന്റെ മകൻ ഉണ്ടാക്കിയ ഒരു കാസലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലിഫ് കയറാൻ ആകെ ഈ അവരുണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു രീതിയിലും കടലിൽ പോലും അവിടെ എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇവിടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഐറ്റിനറിക്ക് സപ്പോർട്ട് വേണം, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ മറക്കണ്ട കേട്ടോ. നമ്മളിനി തിരിച്ചത്ര കയറണം ഗായ്സ്. അമ്മോ, നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഒരു വീട് തന്നെയാണ് കേട്ടോ. ഇന്നും പ്ലാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യും, പിന്നെ നൂഡിൽസ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. പുറത്ത് ചെറിയ മഴയുണ്ട്. അപ്പോൾ ഈ മഴയത്ത് സിനിമയൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് ഫുഡ് അടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ. സോ 3rd ഡേ ഇൻ നോർത്തേൺ അയർലൻഡ് നമുക്ക് മഴയെ കുരിച്ച് തീരുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നുന്നില്ല. UK ചാറി വീഴുന്ന മഴ മാത്രമേ ഇതുവരെ കണ്ടുള്ളൂ. ഇമാതിരി മഴയും കാറ്റൊക്കെ ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സോ ഞങ്ങൾ ഒരു രീതിയിലും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ റാൻഡമായിട്ട് ഡ്രൈവ് ചെയ്ത് ബെൽഫാസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. സോ ഫസ്റ്റ് ഡേ ബെൽഫാസ്റ്റ്, പിന്നെ ഇന്നലെ മൊത്തം ആൻഡ്രം എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യായിരുന്നു. ഇന്നിപ്പോൾ തിരിച്ച് ബെൽഫാസ്റ്റിലേക്ക്. അങ്ങനെ നമ്മൾ അവസാനം എത്തിപ്പെട്ടത് ബാലി കാസൽ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതൊരു ഫോറസ്റ്റ് വാക്ക് പോലെ നടത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ കാരണം ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ മനുഷ്യവാസം ഉണ്ട് എന്ന് തന്നെ തോന്നിക്കുന്ന രീതിയിൽ ഒന്നും കണ്ടില്ല. നമ്മൾ ആദ്യം ചെന്ന് കയറിയപ്പോൾ കണ്ണ് തന്നെ കുറച്ച് സ്കെയറി ആയിരുന്നു. എന്നാലും ഒരു അഡ്വഞ്ചറസിൻ്റെ ഒരു മൂഡ് എടുത്തിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏതൊക്കെയോ വഴിയിലൂടെ നടന്ന് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനൊരു അന്തി ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. എവിടേക്കോ വഴിയെത്തി, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. പിന്നെ എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് മണിക്കൂറുകൾ നടന്നതിന് ശേഷം നമുക്ക് മെയിൻ റോഡിലോട്ട് എത്തി. എന്നിട്ട് അവിടുന്ന് തിരിച്ച് നടന്നാണ് നമ്മൾ കാറിൻ്റെ അവിടെ എത്തിയത്. അതുവരെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രീസ് ചെയ്തൊരു പരുവായിട്ട് ഗൈസ്. പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത്രയധികം തണുത്ത് വിറച്ചിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ല. അത് ആകെ ഒരു ജാക്കറ്റും ഉണ്ട്, അത് മഴയത്ത് നനയാൻ ബാക്കിയൊന്നുമില്ല ഗൈസ്. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവനോട് തിരിച്ച് കാറിൻ്റെ അവിടെ എത്തിയ സന്തോഷത്തിൽ ഞങ്ങൾ വേഗം അടുത്ത് നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. ഇപ്രാവശ്യം നമ്മൾ എയർപോർട്ടിന് ഏകദേശം ഒരു 1 hour ഇപ്പറേ ഉള്ളൊരു സ്റ്റേയിലാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു റൂമും പിന്നെ ഒരു ഹാളും ചെറിയൊരു കുക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലം. നമുക്കിനി നാളെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ രാവിലെ നമുക്ക് കാർ റിട്ടേൺ കൊടുക്കണം. ഇവിടെ കാർ റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്കും ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി നൈറ്റ് ആയതുകൊണ്ട് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് കീ സേഫിൽ വെച്ചിട്ട് പോയാൽ മതി. പക്ഷേ ഈ പ്ലാനിങ് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിപ്പെടാൻ പറ്റില്ല, കീ സേഫ് ഓപ്പൺ ആയില്ല. ഓ മൈ ഗോഡ്, അങ്ങനെ വല്ലാത്ത കാര്യങ്ങളായിരുന്നു. അവസാനം നമ്മൾ എങ്ങനെയൊക്കെയോ ഓടിപ്പോയിച്ച് ഫ്ലൈറ്റ്സ് നമുക്ക് കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് ലണ്ടനിലേക്ക് പോകണം. കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിട്ടുള്ള ഈ ട്രിപ്പിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാൽ പിന്നെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.